പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ തുടർചലനങ്ങളുമായുള്ള വാർത്താ സമ്പന്നമായ ദിവസത്തിൽ തന്നെയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. മൊഴിയെടുത്ത് SIT. നടന്മാർ ഉൾപ്പെടെ മലയാള സിനിമ മേഖലയിലുള്ളവർക്കെതിരായ പരാതികളിൽ അന്വേഷണം ആരംഭിക്കുന്നു പ്രത്യേക സംഘം. 7 പേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ DIG അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊച്ചിയിലെ ഫ്ളാറ്റിലെത്തി മൊഴിയെടുക്കുകയാണ്. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റത്തിനും കേസെടുത്തു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ 18 പരാതികളിൽ 7 നൽകിയത് ആലുവ സ്വദേശിനിയായ നടി. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, സാങ്കേതിക പ്രവർത്തകരായ നോബിൾ, ബിച്ചു, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയാണ് പരാതി. രാവിലെ 10:30 ആരംഭിച്ച മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടരുകയാണ്. DIG അജിതാ ബീഗം, AIG G പൂങ്കുഴലി എന്നിവരാണ് മൊഴി രേഖപ്പെടുത്താനെത്തിയത്. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലൈൻസ് എല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. പരാതി നൽകിയതിന് പിന്നാലെ ഭീഷണിക്കോളുകൾ വരുന്നതായി പരാതിക്കാരി. DGP ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോള് വരുന്നുണ്ട്. രാത്രി 12:30-ക്ക് ശേഷം വരുന്ന കോള് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, ഐശ്വര്യ ഡോങ്കര മാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. നമ്മളെ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനെ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഭയക്കുന്നില്ല. കാരണം മരണം ഒരിക്കലോ 2 വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ, ഒറ്റത്തവണ മരിക്കാൻ പറ്റുള്ളൂ. ലൈംഗികാരോപണങ്ങളിൽ പ്രതിസന്ധിയിലായ മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുന്നതിനിടെയാണ് മുകേഷും ഉൾപ്പെട്ട പരാതിയിൽ മൊഴിയെടുപ്പ്. അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. ഇതിനിടെ നടൻ സിദ്ദിഖിനെതിരായ യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. മ്യൂസിയം പോലീസ് എടുത്ത കേസ് പ്രത്യേക സംഘത്തിന് കൈമാറി. 2016-ൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. നടനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിനായി നടൻ സിദ്ദിഖ് നീക്കം തുടങ്ങി. ഇതുവരെ ലഭിച്ച പരാതികളിൽ വെളിപ്പെടുത്തൽ നടത്താത്ത സംഭവങ്ങളും ഉൾപ്പെടും. തൽക്കാലം പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. ഹൈക്കോടതിയുടെ തീരുമാനം വന്ന ശേഷം തുടർ നടപടിയെടുത്താൽ മതിയെന്ന നിർദ്ദേശമാണ് DGP നൽകിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നോക്കേണ്ടെന്നാണ് നിർദ്ദേശമെങ്കിലും പരാതി ലഭിച്ചാൽ ഉടനടി ആക്ഷൻ എടുക്കാനാണ് തീരുമാനം. പരാതിക്കാരുടെ മൊഴി വേഗത്തിൽ രേഖപ്പെടുത്തി പ്രതികളെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. കൊച്ചിയിൽ നിന്നും അശ്വിൻ പാലാഴിക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. CPM നേതൃത്വത്തെ പ്രതിപക്ഷ ആരോപണങ്ങളിൽ രാഷ്ട്രീയ പിന്തുണ കിട്ടിയില്ലെന്നാണ് മുകേഷിന്റെ പരാതി. CPM MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നതെന്ന് മുകേഷ് പറയുന്നു. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മുകേഷ് നേതൃത്വത്തെ പരാതി അറിയിച്ചത്. ആ പരാതി CPM നേതൃത്വം നമുക്ക് മുഖവിലേക്ക് എടുക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. സിനിമാ ഷൂട്ടിങ്ങിന് ഉണ്ടായ മോശം അനുഭവം 24-മായി പങ്കുവെക്കുന്നു നടി ഡോക്ടർ ശിവാനി ഭായ്. പ്രമുഖ നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നും സിനിമാ സെറ്റിൽ വെച്ച് തന്നെ പ്രശ്നം പരിഹരിച്ചെന്നും ഡോക്ടർ ശിവാനി പറഞ്ഞു. എന്നാൽ അടുത്ത സിനിമയെ ചൈന ടൗണിൽ നിന്നും തന്നെ ഇയാൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ശിവാനി ആരോപിച്ചു. ഞാൻ അഭിനയിച്ചിരുന്ന ഒരു മൂവിയിൽ രാത്രി ഒരു 12 മണി 1 മണിക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് തട്ടിയിട്ട് ഓടിപ്പോവും. ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ആളിനെ കാണില്ല. അങ്ങനെ ഒരു 3 പ്രാവശ്യം എന്തോ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ശരി ഇനി വരുമ്പോഴത്തേക്കും എന്തായിരുന്നാലും തുറക്കും, ആളിനെ കാണുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആളെ കണ്ടു. ആളിനെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പറഞ്ഞു, ഇതേപോലെ ഞങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ട്, പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റി തരാൻ പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അടുത്തൊരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പം നിന്നെ അയാൾ അഭിനയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. നിന്നെ എയർപോർട്ടിൽ വെച്ച് കണ്ട സമയം തന്നെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 3 ദിവസം അതിൻ്റെ ഒരു ചർച്ചയിലായിരുന്നു അവർ. സിനിമാ നയരൂപീകരണ സമിതി അംഗത്വം ഒഴിയാൻ മുകേഷ് MLAക്ക് മേൽ സമ്മർദ്ദം ശക്തമാകുന്നു. മുകേഷ് ഒഴിയണമെന്ന നിലപാടാണ് CPMന്. രാജി വൈകുന്തോറും CPIM പ്രതിരോധത്തിലാവുകയുമാണ്. MLA സ്ഥാനം ഒഴിയേണ്ട എന്ന നിലപാട് CPIM നേരത്തെ സ്വീകരിച്ചിരുന്നു. പ്രതിപക്ഷമാകട്ടെ മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയുമാണ്. കൊല്ലം MLAയും ചലച്ചിത്ര താരവുമായ മുകേഷിനെതിരെ വനിതാ താരങ്ങൾ പരാതി പറഞ്ഞിട്ടും അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല CPIM. കൊല്ലത്ത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രക്ഷോഭം ശക്തമാവുകയാണ്. ആരോപണമുയർന്നിട്ട് ദിവസങ്ങളായെങ്കിലും സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നൊഴിയാൻ മുകേഷ് തയ്യാറായിട്ടില്ല. ഈ പദവി ഒഴിയണമെന്ന് CPIM ആവശ്യപ്പെട്ടത്
പ്രതിപക്ഷ സമ്മർദ്ദം ശക്തമായപ്പോഴാണ് മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരാൾ MLA ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മുകേഷിനെതിരെ CPI നേതൃത്വം രംഗത്തെത്തിയിട്ടും CPIM-ന് കുലുക്കമില്ല. MLA സ്ഥാനത്ത് നിന്ന് മുകേഷിന്റെ രാജി ആവശ്യപ്പെടാത്ത കോൺഗ്രസിന് പക്ഷേ കോൺക്ലേവിന്റെ കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. അത് എന്ത് വില കൊടുത്തും തടയും. തടയും തടയും. പിന്നെ UDF ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. നിയമസഭാംഗത്വം ഒഴിയാതിരിക്കാൻ കോൺഗ്രസ് MLA-മാരായ M. വിൻസെന്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരായ കേസുകളാണ് CPIM ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെടുന്നവരുമുണ്ട്. കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ CPIM-ന്റെ നില നിലവിൽ ഭദ്രമല്ല. ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നത് മറ്റൊരു തർക്കവിഷയം. ചുരുക്കത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നില്ലെങ്കിൽ M. മുകേഷ് MLA ആയി തുടരും. 24 കൊച്ചി. ബിജെപിയുടെ കേന്ദ്രമന്ത്രി MP സുരേഷ് ഗോപി മുകേഷിനൊപ്പം ശക്തമായ പിന്തുണയുമായി നിൽക്കുമ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്യണം എന്ന ബിജെപിയുടെ നിലപാടിന് എത്രത്തോളം സുരേഷ് ഗോപിക്ക് അവർക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ചോദ്യം കൂടി നിൽപ്പുണ്ട് കേട്ടോ അവിടെ. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ CPM കൊല്ലം ജില്ലാ നേതൃത്വത്തിനെതിരെ M. മുകേഷ് MLA പ്രതിപക്ഷ ആരോപണങ്ങളിൽ രാഷ്ട്രീയ പിന്തുണ കിട്ടിയില്ല എന്നാണ് മുകേഷിന്റെ പരാതി. CPM MLA ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് എന്ന് മുകേഷ് നേതൃത്വത്തെ അറിയിച്ചു. CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മുകേഷിന്റെ പരാതി. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുകേഷിന്റെ കൊല്ലത്തെ ഓഫീസിലേക്ക് UDF പ്രതിഷേധം. കോൺഗ്രസ്, RSP, RYF പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. 2 പേർ അറസ്റ്റിലായി. MLA ഓഫീസിലേക്ക് മഹിളാമോർച്ച മാർച്ച് നടത്തി. ബാരിക്കേഡ് വെച്ച് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. കൂട്ടരാജിയെ ചൊല്ലി താരസംഘടന അമ്മയിൽ ഭിന്നതയാണ്. ഭൂരിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാജിവെച്ചതെന്ന് തുറന്നു പറയുന്നു യുവതാരങ്ങൾ. കൂട്ടരാജി ഏകകണ്ഠം എന്ന് പറഞ്ഞ നേതൃത്വം ഇതോടെ വെട്ടിലായി. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും അംഗങ്ങൾക്കിടയിൽ സജീവമാണ്. ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ എന്നിവർക്കാണ് കൂട്ടരാജിയിൽ വിയോജിപ്പ്. 17 പേരും രാജിവെക്കണമെന്ന പ്രസിഡന്റ് മോഹൻലാലിന്റെ ആവശ്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എതിർപ്പ് പരസ്യമാക്കി. ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ വർക്ക് ചെയ്യാതെ അവരൊരു ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക അല്ലെങ്കിൽ എന്തെങ്കിലും മുടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ. എതിർപ്പുന്നയിച്ചവരോട് സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ അനുനയ ചർച്ച നടത്തി. പിന്നീട് ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നുവെന്ന് താരങ്ങൾ. അതിനോട് ആദ്യം ഒരു വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്താണോ അവർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ്. അതിജീവിതർക്കൊപ്പം നിൽക്കാൻ കഴിയാതെ കൂട്ടരാജി എന്ന തീരുമാനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഒളിച്ചോട്ടമാകുമെന്നും യുവതാരങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിലപാടെടുത്തു. ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം നടക്കുമ്പോൾ കലൂരിലെ അമ്മ ആസ്ഥാനത്ത് വിനു മോഹൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ സമാന്തര യോഗവും നടത്തിയിരുന്നു. കൂട്ടരാജിയിലും പ്രശ്നങ്ങൾ അവസാനിക്കാത്ത അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവതാരങ്ങളുടെ നിര കൂടുതൽ ആളുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഒരുങ്ങുന്നുണ്ട്. അമ്മയിൽ തലമുറ മാറ്റത്തിന് അരങ്ങൊരുങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് മുതിർന്ന താരങ്ങളെ എതിർത്തുള്ള യുവനിരയുടെ നിലപാട് പ്രഖ്യാപനം. 24 കൊച്ചി. ലൈംഗികാതിക്രമ പരാതികളിൽ അറസ്റ്റ് ചെയ്യാതെ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ഫെഫ്ക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണമുള്ളവരുടെ പേരുകൾ പുറത്തുവിടണമെന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ അടുത്ത മാസം ആദ്യം ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും. നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരുടെ മൊഴി ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിതാ SI ആണ് മൊഴിയെടുക്കുന്നത്. വിവരങ്ങളുമായി അജീഷ് ജഗമാച്ചൻ. അജീഷ്, ഇത് വർഷങ്ങൾക്ക് മുൻപ് ഇതേ നടി തന്നെ ഉന്നയിച്ച ആരോപണമാണ്. പക്ഷേ ഇതിപ്പോൾ കേവലം ആരോപണങ്ങൾക്കപ്പുറം അത് വ്യവഹാരത്തിലേക്കും കുറച്ചുകൂടി സീരിയസ് ആയ കാര്യങ്ങൾ പോകുന്നു. അറസ്റ്റ് ഭയക്കേണ്ടതുണ്ടോ സിദ്ദീഖ്? അജീഷ്.
ഹാഷ്മി, എന്തായാലും ഇതിലെ ഏറ്റവും സുപ്രധാനമായ നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ പരാതിക്കാരി നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ സംഘത്തിൽ ഉൾപ്പെട്ട വനിതാ SI മൊഴിയെടുക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം വഞ്ചിയൂരിലുള്ള സഖി വിമൻസ് റിസോഴ്സ് സെന്ററിലാണ് ഈ മൊഴിയെടുപ്പ് ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ യുവനടി സിദ്ദിഖിനെതിരെ പോലീസിൽ കംപ്ലൈന്റ് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മ്യൂസിയം പോലീസ് ബലാത്സംഗ കുറ്റം, ഭീഷണിപ്പെടുത്തൽ, തടഞ്ഞുവെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ മൊഴിയെടുക്കൽ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന് തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. 2016 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ആദ്യം ഈ നിള തിയേറ്ററിൽ, തിരുവനന്തപുരത്തെ വഴുതക്കാടുള്ള നിള തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഷോ നടക്കുന്നു. അവിടെ ഈ പെൺകുട്ടിയും മാതാപിതാക്കളും എത്തിയപ്പോൾ സിദ്ദിഖിനെ കാണുന്നു. അവിടെ വെച്ച് സിദ്ദിഖ് പെൺകുട്ടിയോട് തനിക്ക് മസ്കറ്റ് ഹോട്ടലിൽ റൂമുണ്ട്, അങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നു. അവിടെ വെച്ച് പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഈ ആരോപണത്തിൽ ആണ് മൊഴിയെടുക്കുന്നത്. എന്തായാലും ഇതിനുശേഷം പോലീസിന് ഇനി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. മസ്കറ്റ് ഹോട്ടലിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്തിയോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതടക്കം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം അടുത്ത ഘട്ടത്തിലായിരിക്കും പോലീസിന് തെളിവ് ശേഖരത്തിന് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. അതിന് എന്തായാലും മൊഴിയെടുപ്പ് പൂർത്തിയായ ശേഷം സിദ്ദിഖിനെയും ചോദ്യം ചെയ്യും. അതും വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന. എന്തായാലും 2 മണിക്കൂറായി മ്യൂസിയം സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI മൊഴിയെടുക്കുന്നുണ്ട്. നേരത്തെ ഈ മ്യൂസിയം സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI നേരത്തെ സംഘത്തിലില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം DGPയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഈ വനിതാ IPS ഉദ്യോഗസ്ഥർക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ചേർക്കാമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കേസെടുത്ത പോലീസ് സ്റ്റേഷനിലെ വനിതാ SIയെ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. പ്രിൻസിപ്പൽ SI ആശയാണ് ഇപ്പോൾ ഇവിടെ എത്തി മൊഴിയെടുക്കുന്നത്. ഹാഷ്മി. അജീഷ് ജയകുമാറാണ്. സഖി ആസ്ഥാനത്താണ് മൊഴിയെടുക്കൽ നടക്കുന്നത്. പരാതിക്കാരി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെയാണ് ഇമെയിലായി പരാതി അറിയിച്ചത്. അതിന് പിന്നാലെയാണ് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് പ്രത്യേക SIT അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താകും അതിൻ്റെ ഡെവലപ്മെന്റ് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ സോജിഷ് കെ ചോദിക്കുന്നു, നടന്മാരുടെ മുഖം വ്യക്തമായി കാണിക്കാം, നടിമാരുടേത് പാടില്ല, എന്ത് വിവേചനമാണ് കാണിക്കുന്നത്? സോജിഷ് അറിയാത്തതാവില്ല ചിലപ്പോൾ. ലൈംഗികാതിക്രമ കേസുകളിൽ പരാതി കൊടുത്താൽ ആ ഇര പിന്നെ അതിജീവിത എന്ന സ്റ്റാറ്റസിലേക്ക് വരുന്നു. അവരുടെ പേരോ അവരേതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഏതെങ്കിലും ഘടകമോ കൊടുക്കൽ നിയമപ്രകാരം തെറ്റാണ്. സോജിഷ് അതുകൊണ്ടാണ് അവരുടെ മുഖം നമ്മൾ ബ്ലർ ചെയ്ത് കാണിക്കുന്നത്, എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കി കാണിക്കുന്നത്. ലൈംഗികാതിക്രമ പരാതികളിൽ അറസ്റ്റ് ചെയ്യാതെ ആരോപണ വിധേയർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ഫെഫ്ക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണമുള്ളവരുടെ പേരുകൾ പുറത്തുവിടണം എന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ അടുത്ത മാസം ആദ്യം ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയുടെ മാർഗരേഖയാവുമെന്നാണ് ഫെഫ്കയുടെ നിലപാട്. അതിജീവിതർക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. എന്നാൽ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ സംവിധായകൻ രഞ്ജിത്തടക്കമുള്ള സ്വന്തം അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഫെഫ്ക തയ്യാറല്ല. പോലീസ് അന്വേഷണത്തിലോ കോടതി നടപടികളിലോ കൃത്യമായ കണ്ടെത്തലുകളുണ്ടെങ്കിൽ മാത്രം നടപടിയെന്നാണ് വിശദീകരണം. ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പം നിൽക്കുന്ന നിലപാടെന്ന വിമർശനം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാൻ സെപ്റ്റംബർ 1, 2, 3 തീയതികളിലായി ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. ഇതിനുശേഷം വിശകലന റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൈമാറാനാണ് തീരുമാനം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. സിനിമാ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ വലിയ പ്രതിസന്ധി. ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ച അമ്മയെ പ്രതിനിധീകരിച്ച് ആരെ വിളിക്കും എന്ന ചർച്ച സർക്കാർ തലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. വേട്ടക്കാർക്കൊപ്പം ഇരിക്കില്ല എന്ന WCS നിലപാട് അംഗീകരിക്കുമെങ്കിൽ കോൺക്ലേവിൽ നാരെയെല്ലാം മാറ്റി നിർത്തുക എന്നതും സർക്കാരിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമാകും. സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച ആശയമാണ് സിനിമാ കോൺക്ലേവ്. സിനിമയിലെ പ്രതിസന്ധിയേക്കാൾ സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുകയാണ് ഇപ്പോൾ കോൺക്ലേവ്. സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ അംഗമായ മുകേഷിനെതിരെയുള്ള ആരോപണമാണ് ആദ്യ പ്രതിസന്ധി. ആരോപണ നിഴലിലുള്ള മുകേഷിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഉയരുന്നു. പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയ ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇരുവരും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്നതും ശ്രദ്ധേയമാണ്. ആരോപണ വിധേയരെ ഒഴിവാക്കിയാലും സിനിമാ കോൺക്ലേവിന്റെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയുള്ള ചർച്ച തടയുമെന്ന പ്രതിപക്ഷത്തിന്റെ ഭീഷണി ഒരു വശത്ത്. താരസംഘടനയായ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ച പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി ആരെ ക്ഷണിക്കുമെന്നത് മറ്റൊരു പ്രതിസന്ധി. സിനിമാ മേഖലയിലെ പ്രധാന താരങ്ങളെ ക്ഷണിച്ചാൽ അതിൽ WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ സഹകരിക്കുമോ എന്നുള്ളതും വ്യക്തതയില്ല. അങ്ങനെ അടിമുടി പ്രതിസന്ധിയിൽ തുടരുമ്പോഴും നവംബർ 24 തന്നെ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. 24, തിരുവനന്തപുരം. അതിനിടയിലാണ് ഈ
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളവരുടെ പേരുകൾ പുറത്തുവിടാതെ അവർക്കെതിരെ ഉചിതമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കോൺക്ലേവ് തടയും എന്ന പ്രതിപക്ഷത്തിൻ്റെ, അത് BJP ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, പ്രതിപക്ഷം ശക്തമായി തന്നെ അത് പറയുകയും ചെയ്യുന്നു. എന്തായാലും കോൺക്ലേവ് സംഘർഷഭരിതമാകുമെന്നാണ് ഈ ഘട്ടത്തിൽ കിട്ടുന്ന സൂചന. ലൈംഗിക ആരോപണ വിവാദത്തിൽ മുകേഷിനെ പിന്തുണച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ BJP സംസ്ഥാന നേതൃത്വം. ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ നിലപാട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നാണ് വിമർശനം. മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റം അവമതിപ്പുണ്ടാക്കി എന്ന് സംസ്ഥാന ഘടകം വിലയിരുത്തുന്നു. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് നീക്കം. പാർട്ടിക്ക് ഒരു തീരുമാനവും കേന്ദ്രമന്ത്രിക്ക് മറിച്ചൊന്നും എന്ന രീതിയിലാണ് നിലവിൽ സുരേഷ് ഗോപിയുടെ പോക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെ പിന്തുണച്ചതും മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നത് സംസ്ഥാന ഘടകത്തിന്റെ പരിഗണനയിലാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും കെ സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറി. നിലപാട് അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. അല്ല, അവസാനം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം അല്ലല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞു, പക്ഷെ അതിനുശേഷം പാർട്ടി നിലപാട് ഞങ്ങൾ പറഞ്ഞു. പിന്നീട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരും കുറച്ച് ശ്രദ്ധിക്കണം, കുറച്ച്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പ്രതികരണം ചോദിച്ചാൽ ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് രാവിലെ നിങ്ങൾ കണ്ടു, പിന്നെ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു നേരത്തെയും സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന ഘടകം രംഗത്ത് വന്നിട്ടുണ്ട്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി അതിന് വിരുദ്ധമായ നിലപാടും പ്രസ്താവനയും ഇറക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു കാരണം. ഇതുമൂലം കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടായെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് സുരേഷ് ഗോപിയെ പിന്തുണച്ചിരുന്ന കൃഷ്ണദാസ് പക്ഷവും നിലവിൽ കൂടെയില്ല എന്നതാണ് ശ്രദ്ധേയം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ചെറുതല്ല എന്ന് മാത്രമല്ല, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതിന് പിന്നാലെ ആ നിലപാടിൽ ഒരു വ്യക്തത വരുത്താൻ ഇപ്പോൾ ഇന്ന് സുരേഷ് ഗോപി ഡൽഹിയിലുണ്ടായിരുന്നു. ആ നിലപാടിൽ തൻ്റെ നിലപാട് സംസ്ഥാന BJP അല്ലെങ്കിൽ കേന്ദ്ര BJPയുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നൊരു തിരുത്തലോ വ്യക്തതയോ വരുത്താൻ സുരേഷ് ഗോപി തയ്യാറുമല്ല. അദ്ദേഹം മുകേഷിനൊപ്പം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയാവുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ അസ്വാരസ്യം മാധ്യമങ്ങളോട് അദ്ദേഹം പല രൂപത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണേണ്ടതുമാണ്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാരിനോട് 5 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താത്ത എന്തുകൊണ്ടെന്നും റിപ്പോർട്ടിലെ പേജുകൾ വെട്ടിമാറ്റിയത് ആരെ രക്ഷിക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ആരെയോ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ കാരണം എന്നും സതീശൻ കുറ്റപ്പെടുത്തുകയാണ്. ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല? വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത്? കുറെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചുവെക്കുന്നു. അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ചെറുതേയല്ല. അത് പുറത്തു വന്നാൽ ഉണ്ടാക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന ഇമ്പാക്റ്റിൻ്റെ 10 മടങ്ങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അമ്മ എക്സിക്യൂട്ടീവ് ഒന്നടങ്കം കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കേസുകൾ വ്യവഹാരങ്ങളിലേക്ക് പോകുന്നു. അത് ഏത് എക്സ്റ്റെൻറ്റിൽ ഏതളവിലേക്ക് ആ ഹേമ കമ്മിറ്റി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പോകും എന്നത് കാത്തിരുന്നതാണ്. അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അത് കോടതിയിലേക്ക് 10-ാം തീയതി എത്താൻ പോകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തൽക്കാലം മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ, എറണാകുളം സ്വദേശിയായ അമ്മയെയും കുഞ്ഞിനെയും കാണാനില്ലെന്ന് പരാതി. തേവര സ്വദേശി ബെറ്റി ഫ്രാൻസിസ്, 1 വയസ്സുള്ള മകൾ എന്നിവരെ കാണാനില്ലെന്നാണ് പരാതി. ഇന്നലെ വൈകിട്ട് തിരുവല്ലയിലെ ജോലി സ്ഥലത്തേക്ക് പോയ ശേഷം കാണാനില്ല എന്നാണ് പരാതി. എസ് ശ്യാംകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. ശ്യാം, ഇവരെങ്ങോട്ടേക്ക് പോയിട്ടുണ്ടാകാം എന്നാണ് സംശയിക്കപ്പെടുന്നത്. എന്താണ് പോലീസ് പറയുന്നത് ശ്യാം? ഹാഷ്മി, പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഇന്നലെ വൈകുന്നേരം 5:45 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബെറ്റിയെയും മകൾ 1.25 വയസ്സുള്ള സ്വരൂപ എന്ന് പറയുന്ന കുഞ്ഞിനെയും
ഭർത്താവാണ് ട്രെയിൻ കയറ്റി അയച്ചത്. തിരുവല്ലയിലെ ധർമ്മഗിരി ആശ്രമത്തിൽ നഴ്സായി ജോലി ലഭിച്ചതിനെ തുടർന്ന് അങ്ങോട്ട് പോകുന്നതിനാണ് ഇരുവരെയും ട്രെയിനിൽ കയറ്റി വിട്ടത്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി ഇരുവരും അവിടെ എത്തിയില്ല എന്നുള്ള വിവരം ലഭിച്ചതോടെയാണ് കുടുംബം അന്വേഷണം ആരംഭിച്ചത്. ഈ ബെറ്റിയുടെ കയ്യിൽ ഫോണില്ലായിരുന്നു. അതോടുകൂടി കുടുംബാംഗങ്ങൾ തിരുവല്ലയിൽ ഉൾപ്പെടെ പോയി അന്വേഷിച്ചു. പക്ഷേ ഇരുവരും തിരുവല്ലയിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഇതോടെയാണ് പരാതിക്കാർ സ്റ്റേഷനിലെത്തുകയും ഇപ്പോൾ പരാതി എടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ട്രെയിൻ യാത്രക്കിടയിൽ ഇവർക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും തിരുവല്ലയിലും എറണാകുളത്തും ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ, വിവിധ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമ്മയെയും കുട്ടിയെയും കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി, ശ്യാം, ഇതിൽ ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ മറ്റ് ബന്ധുവീടുകളിലേക്കോ എങ്ങോട്ടേക്കെങ്കിലും പോകാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടോ പോലീസ്? ഹാഷ്മി, പോലീസ് ഇപ്പോൾ തിരുവല്ല, എറണാകുളം സൗത്തിൽ നിന്ന് തിരുവല്ല വരെയുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ പല സ്റ്റേഷനുകളിൽ ഇവർ ഇറങ്ങിയതായിട്ട് കാണുന്നില്ല. ഇതോടുകൂടിയിട്ടാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ എവിടെയെങ്കിലും ഈ CCTVകൾ ഇല്ലാത്ത ചെറിയ സ്റ്റേഷനുകൾ ഉൾപ്പെടെ ഇറങ്ങി മറ്റെവിടേക്കെങ്കിലും പോയതായിട്ട് ഉള്ളത് സംശയത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഈ പെൺകുട്ടിക്ക്, ബെറ്റി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അത്തരത്തിലുള്ള പരിചയക്കാരോ ബന്ധുക്കളോ ഒന്നും ആ പ്രദേശങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഇവരുടെ ഭർത്താവ് മനു നൽകിയ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ബെറ്റി ശക്തി സ്വരൂപ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. 1.25 വയസ്സ് മാത്രമുള്ളൂ. ഇരുവരുമാണ് ധർമ്മഗിരി ആശുപത്രിയിലെ ജോലിക്കായി തിരുവല്ലയ്ക്ക് പോവുകയും കാണാതാവുകയും ചെയ്തത്. ഏതായാലും പോലീസ് വളരെ ഗൗരവമായി തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ജില്ലകളിലെ പോലീസ് സേനയാണ് ഇപ്പോൾ ഈ കാണാതായ ആളുകൾക്ക് വേണ്ടി അന്വേഷണം സജീവമാക്കിയിരിക്കുന്നത്. ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അമ്മയും കുഞ്ഞിനെയുമാണ്. കുഞ്ഞിന് 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ്. എവിടെ പോയി എന്ന കാര്യം ദുരൂഹമാണ്. പോലീസ് അന്വേഷിക്കട്ടെ, പെട്ടെന്ന് കണ്ടെത്തട്ടെ. കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണെങ്കിലും ജയിലിൽ അടയ്ക്കുന്നതിന് പകരം ജാമ്യം നൽകുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് പറയുന്നു സുപ്രീം കോടതി. ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ മാത്രമേ ജയിൽവാസം മതി എന്ന് കോടതി വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എടുത്ത കേസിൽ വിചാരണ അനന്തമായി നീളുന്നുവെന്ന ഹർജിയിലാണ് സുപ്രീം കോടതി വിധി. അനന്തമായി നീളുന്ന വിചാരണ പൗരാവകാശ നിഷേധത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. PMLA കേസ് കുറ്റാരോപിതന് മേൽ വലിയ നിയമബാധ്യതകൾ ചുമത്തുന്നുണ്ട്. ഇത്തരത്തിൽ നിയമബാധ്യതകൾ ഒരു പൗരനുമേൽ ആരോപിക്കാൻ വ്യക്തതയുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസികൾ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുന്ന പ്രഥമദൃഷ്ട്യാ വസ്തുതാപരമായ തെളിവുകൾക്ക് മാത്രമേ കുറ്റാരോപിതന് ജയിൽവാസം സാധ്യമാക്കാനാവൂ. ഇതിലുപരി സംശയത്തിന്റെയോ ആരോപണത്തിന്റെയോ പേരിൽ പൗരന്മാരെ ജയിലിലടയ്ക്കാൻ PMLA നിയമമാണെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് അവകാശമില്ല. PMLA ആക്ടിലെ സെക്ഷൻ 24 ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ലെന്നും ജസ്റ്റിസ് BR ഗവായിയും KV വിശ്വനാഥനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രാധാന്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. PMLA അടക്കമുള്ള ഏത് കേസിലാണെങ്കിലും ജയിലല്ല ജാമ്യമാണ് നിയമമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അനന്തമായി വിചാരണ നീളുന്ന കേസുകളിൽ ജാമ്യം നിഷേധിക്കൽ ഏറ്റവും കടുത്ത മൗലികാവകാശ ലംഘനമാണ്. PMLA കേസിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ പ്രേംപ്രകാശ് എന്ന പ്രതിയടക്കം സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. R രാധാകൃഷ്ണൻ, 24, ഡൽഹി. വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ബംഗാളിൽ BJP ആഹ്വാനം ചെയ്ത ബന്ദിൽ സംഘർഷം. പലയിടത്തും തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. ബന്ദിനിടെ BJP പ്രാദേശിക നേതാവിന് നേരെ വെടിവെപ്പുണ്ടായി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരത്തിനെതിരെയുള്ള പോലീസ് നടപടിക്കെതിരെയാണ് BJP ബന്ദിന് ആഹ്വാനം ചെയ്തത്. ബന്ദിൽ സംസ്ഥാനത്ത് വ്യാപക സംഘർഷങ്ങളുണ്ടായി. സബർബൻ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. BJP പ്രാദേശിക നേതാവ് പ്രിയങ്കു പാണ്ഡെയുടെ വാഹനത്തിന് നേരെ വെടിവെപ്പുണ്ടായി. ആക്രമണത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. 6 റൗണ്ട് വെടി ഉതിർത്തെന്നും പിന്നിൽ തൃണമൂൽ അക്രമികളാണെന്നും BJP. ലോക്കറ്റ് ചാറ്റർജി ഉൾപ്പെടെ BJPയുടെ മുതിർന്ന നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബന്ദിനെ ചോദ്യം ചെയ്തുള്ള പൊതുതാൽപര്യ ഹർജി കൽക്കട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനത്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് തള്ളി. 24, ഡൽഹി. അതിനിടയിൽ പിതാവ് കാറിന്റെ താക്കോൽ കൊടുക്കാത്തതിനെ തുടർന്ന് മകൻ കാർ അങ്ങ് കത്തിച്ചു. മലപ്പുറം കൊണ്ടോട്ടിയിലാണ് സംഭവം. പിതാവിന്റെ പരാതിയിൽ നീറ്റാണിമ്മൽ സ്വദേശി ഡാനിഷ് മിൻഹാജ് അറസ്റ്റിലായി. ഇന്നലെ വൈകിട്ടാണ് സംഭവം. പുറത്തു പോവാനായി മകൻ ഡാനിഷ് മിൻഹാജ് പിതാവിനോട് കാർ ആവശ്യപ്പെട്ടു.
താക്കോൽ തരാനാകില്ലെന്ന് പിതാവ് പറഞ്ഞതോടെ തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കിൽ നിന്ന് പെട്രോൾ എടുത്ത് കാറിന് പുറത്തൊഴിച്ചു. പിന്നാലെ തീയിട്ടു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വീടിനും കേടുപാടുകൾ സംഭവിച്ചു. വീട്ടിലെ TV ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും അടിച്ചു തകർത്തു. പിതാവിന്റെ പരാതിയിൽ ഡാനിഷ് മിൻഹാജിനെ കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കാർ നൽകാതിരുന്നത് എന്ന പിതാവ് പറഞ്ഞു. 24 മലപ്പുറം. എന്തൊക്കെ കണ്ടാലും കേട്ടാലുമാണ് ഒരു വാർത്താ ദിനം കടന്നു പോവുക അല്ലേ? കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്താൻ പഠനം തുടങ്ങി. KSEBയുടെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത്. സംസ്ഥാന സർക്കാരോ ഇടതുമുന്നണിയോ നയപരമായ തീരുമാനമെടുത്തില്ലെങ്കിലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ബോർഡിന്റെ നീക്കം. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്നതിൽ സർക്കാർ നയപരമായി തീരുമാനമെടുത്തിട്ടില്ല. ഇടതുമുന്നണിയിൽ ഇക്കാര്യം ചർച്ചയായിട്ടുമില്ല. എന്നാൽ പദ്ധതിക്കുള്ള സ്ഥലം കണ്ടെത്താനാണ് വൈദ്യുതി ബോർഡിന്റെ നീക്കം. ബോർഡിന്റെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത്. 6 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കും. ആണവ നിലയത്തിനായി തീരദേശത്താണെങ്കിൽ 625 ഹെക്ടറും മറ്റുള്ളയിടങ്ങളിൽ 960 ഹെക്ടറുമാണ് ആവശ്യം. ഇതിനു പുറമെ ടൗൺഷിപ്പിനായി 125 ഹെക്ടർ കൂടി വേണം. അതിരപ്പള്ളിയും ചീമേനിയുമാണ് KSEB നിർദ്ദേശിച്ചത്. 7000 കോടിയാണ് പദ്ധതി ചിലവ്. 220 മെഗാവാട്ടിന്റെ 2 പദ്ധതികളായി 440 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് ഓരോ വർഷം സംസ്ഥാനം വാങ്ങുന്നത്. പുതിയ ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങാൻ സംസ്ഥാനത്ത് എതിർപ്പ് കാരണം കഴിയുന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സബ്സിഡിയോടെ ആണവ നിലയ പദ്ധതിക്ക് ബോർഡ് ശ്രമിക്കുന്നത്. 24 തിരുവനന്തപുരം. നേരത്തെ അമ്മയും 1.5 വയസ്സുള്ള കുഞ്ഞിനെയും കാണാതായ സംഭവത്തിൽ മുജീബ് റഹ്മാൻ പറയുന്നുണ്ട്, ട്രെയിൻ യാത്ര പരിചയമുണ്ടാവില്ല, എവിടെയെങ്കിലും മാറി ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന് പറയുന്നു. ഷിനിൽ വർഗീസ് പറയുന്നു, 1.5 വയസ്സായ കുഞ്ഞിനെയും കുട്ടി ജോലിക്ക് വിട്ട ആ വീട്ടുകാരെ സമ്മതിക്കണം, അതും ഒരു ഫോൺ പോലും ഇല്ലാതെന്ന് പറയുന്നു. എനിക്കുണ്ടായ സംശയമാണ്, പക്ഷേ ആ സംശയം ഇപ്പോൾ ഉന്നയിക്കേണ്ട സമയമല്ല. എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെയും അമ്മയെയും കണ്ടെത്താൻ കഴിയട്ടെ എന്നാഗ്രഹിക്കാം. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ കുടുംബം ഇന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരെ കാണും. ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് കർണാടക സർക്കാരിനോട് ആവശ്യപ്പെടും. MK രാഘവൻ MP, മഞ്ചേശ്വരം MLA, AK അഷ്റഫ് MLA എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും കൂടിക്കാഴ്ച. പ്രതികൂലമായ സാഹചര്യങ്ങളെ തുടർന്ന് ഈ മാസം 16-നാണ് ഗംഗാവലി പുഴയിലെ തിരച്ചിൽ വീണ്ടും നിർത്തിയത്. ഡ്രഡ്ജർ എത്തിച്ച് പുഴയിലെ മണ്ണും കല്ലുകളും നീക്കം ചെയ്താൽ മാത്രമേ തിരച്ചിൽ സാധ്യമാകൂ എന്ന് നാവികസേന അറിയിച്ചിരുന്നു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിന്റെ ചിലവ് വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം തുടരുകയാണ്. ആകെ ചിലവ് കണക്കാക്കുന്ന 96 ലക്ഷം രൂപ നൽകുന്നതിനായി സർക്കാർ സഹായം ആവശ്യപ്പെട്ട് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം നേരത്തെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇതിൽ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ. ആ ക്യാഷ് ജില്ലാ ഭരണകൂടത്തിന് കൊടുക്കാൻ സാധിക്കും എന്ന വാർത്ത തന്നെയാണ് അവർ പുറത്തുവിട്ടിരുന്നത്. ബാക്കി ഇപ്പോൾ ഗവൺമെൻറ് സഹായിക്കേണ്ടത് അതിൻ്റെ ബാലൻസ് വരുന്ന ഒരു എമൗണ്ട് ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് സഹായിക്കേണ്ട ആവശ്യകത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച. അതേസമയം ഷിരൂരിൽ ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും കൂടിയിട്ടുണ്ട്. നാവികസേനയുടെ സംഘം നാളെ പുഴയിലെ അടിയൊഴുക്ക് വീണ്ടും പരിശോധിക്കും. 24 ബംഗളൂരു. അതിനിടയിൽ ഷിരൂരിൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കാർവാർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം. കാണാതായ ലോകേഷ്, ജഗന്നാഥ് എന്നിവരുടെ കുടുംബങ്ങളാണ് അവിടെ പ്രതിഷേധിക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ഏറ്റവും പുതിയ വിവരങ്ങളും വെച്ചിരുന്നുണ്ട്. അരുൺ, ഈ ഡ്രഡ്ജർ എന്നെത്തിക്കുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്ന പശ്ചാത്തലമുണ്ട്. സമരം എങ്ങനെയാണ്? അവിടെ ഈ കുടുംബാംഗങ്ങൾ മാത്രമുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സപ്പോർട്ടൊക്കെ ആ സമരത്തിനുണ്ടോ? ആഷ്മി, ഈ മാസം 16-നാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തുടർന്ന് ഈ തിരച്ചിൽ നിർത്തിവെച്ചത്. അതിനുശേഷം ഈ ഡ്രഡ്ജർ എത്തിച്ച് ഈ മണ്ണും കല്ലുകളൊക്കെ നീക്കം ചെയ്താൽ മാത്രമേ ഈ തെരച്ചിൽ പുനരാരംഭിക്കാനാകൂ എന്നതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. അതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം അതിൽ ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ സഹായം ഉണ്ടായാൽ മാത്രമേ അതിന്റെ ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കാൻ പറ്റൂ. അല്ലാതെ 96 ലക്ഷം രൂപ ജില്ലാ ഭരണകൂടത്തിന് ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നെന്തായാലും അർജുന്റെ കുടുംബം വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അതിലൊരു അനുകൂല നിലപാട് ഉണ്ടാകുമെന്നതാണ് അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ. അതിനിടെയാണ് ഇപ്പോൾ കാർവാർ കളക്ടറേറ്റിന് മുന്നിൽ ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ കാണാതായിട്ടുള്ള ലോകേഷ്, ജഗന്നാഥ് അവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ എടുത്താണ് ആ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടുത്തെ ഒരു ഈഡിക സമുദായ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ആ പ്രതിഷേധത്തിലാണ് ഈ ലോകേഷിന്റെയും ജഗന്നാഥിന്റെയും ഒക്കെ ആ കുടുംബങ്ങൾ പങ്കെടുക്കുന്നത്. തെരച്ചിൽ ഉടൻ തന്നെ
പുനരാരംഭിക്കണം, കാണാതായവരെ ഉടൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഇതിൽ തെരച്ചിൽ ഇങ്ങനെ നീളുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണം ആ സമരത്തിൽ പങ്കെടുക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ സമരത്തിലുള്ളവർ ജില്ലാ കളക്ടറുമായി ഒരു ചർച്ച നടത്തും. അവർ ജില്ലാ കളക്ടർ ഓഫീസിൽ തന്നെയുണ്ട്, അവിടെ ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും സമരം അവസാനിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആഷ്മി. ഓക്കെ, അപ്പോൾ അരുൺ പൂപ്പുറമെയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതാ ഇവിടെ മിനി ബാബു, ആഷ്മി, ഇനി അർജുനെ കണ്ടെത്താനാകുമോ ഇത്രയും ദിനങ്ങൾ പിന്നിടുമ്പോൾ എന്ന ചോദ്യം ഉണ്ടാകുന്നു. അതെല്ലാവരുടെയും ആശങ്കയാകുന്ന ചോദ്യമാണ്. പക്ഷെ അവരുടെ വീട്ടുകാർക്ക് അർജുൻ എന്ത് സംഭവിച്ചു, ജീവനോടെ ഉണ്ടോ, മരിച്ചോ എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സൂചന, ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു സൂചന കിട്ടുക എന്ന് പറയുന്നത് അതിൽ നിർണായകമാണ്, അത് എത്ര ദിവസം വൈകിയാണെങ്കിൽ. വെൽക്കം പ്രേക്ഷകരെ, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ NIA പരിശോധന. ഹൈദരാബാദ് യൂണിറ്റാണ് പരിശോധന നടത്തുന്നത്. വിശാഖപട്ടണത്തെ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. കപ്പൽശാല ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് വരുന്നു. ശ്രീകാന്ത്, ഒരു പാക് പൗരൻ പിന്നെ ഒരു ആകാശ് സോളങ്കി എന്നിവർ ഉൾപ്പെട്ട ആ പഴയ കേസിന്റെ തുടർച്ച തന്നെയാണോ അതോ പുതിയ കേസാണോ? പക്ഷേ ഇതൊരു പുതിയ കേസാണ്. സംഗതി ഹണി ട്രാപ്പാണ്. കൊച്ചി കപ്പൽശാലയിൽ പരിശോധന തുടരുകയാണ്. ഹൈദരാബാദ് യൂണിറ്റാണ് പരിശോധന നടത്തുന്നത്. വിശാഖപട്ടണത്തെ ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന നടക്കുന്നത്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കപ്പൽശാലയിലെ ജീവനക്കാരനാണ് ഇയാൾ. ഇയാളെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. കപ്പൽശാലയിലെ തന്ത്രപരമായ വിവരങ്ങൾ ചോർത്തി ചിത്രങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഇയാൾക്കെതിരായ കുറ്റം. എന്തായാലും ഹണി ട്രാപ്പ് തെളിഞ്ഞിട്ടുണ്ട്. അത് വിശാഖപട്ടണത്ത് ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. അയാളുടെ ചോദ്യം ചെയ്യലിൽ ഈ കൊച്ചി കപ്പൽശാലയിലെ വ്യക്തിയെക്കുറിച്ച് വിവരം കിട്ടി. ഇതാണ് NIA പറയുന്നത്. ഓക്കെ, എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഹണി ട്രാപ്പാണ്. ഹണി ട്രാപ്പിൽ കൂടി സ്പൈ വർക്ക് നടത്തി എന്നുള്ളതാണ് ഈ കേസിന്റെ ആധാരം. അതിന് പ്രകാരമാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആരാണ് ഇയാൾ എന്നതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരട്ടെ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 3 മരണം. കൊല്ലം കടക്കലിൽ ടിപ്പറിനടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യമുണ്ടായി. ആലപ്പുഴയിൽ ലോറി മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കോട്ടയം മാന്നാറിൽ 6 വയസ്സുകാരി മുങ്ങി മരിച്ചു. കൊല്ലം കടയ്ക്കലിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. ബസ്സിൽ തട്ടി വീണ ബൈക്കിന് മുകളിലൂടെ ടിപ്പർ കയറുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനായ മുക്കുന്നം സ്വദേശി സക്കീർ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. ആലപ്പുഴ കളർക്കോട് ജംഗ്ഷനിൽ കമ്പി കയറ്റി വന്ന ലോറി മറിഞ്ഞ് ലോറി ഡ്രൈവറായ കൊല്ലം കൊട്ടിയം സ്വദേശി ജസ്റ്റിൻ മരിച്ചു. കോട്ടയം കടുത്തുരുത്തി മാന്നാറിൽ 6 വയസ്സുകാരി വെള്ളത്തിൽ വീണ് മരിച്ചു. ആലപ്പുഴ സ്വദേശിനി ബെന്നിയാണ് മരിച്ചത്. മീൻ പിടിക്കുന്നതിനിടെ കുളത്തിൽ വീഴുകയായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം വിട്ട കാർ താഴേക്ക് പതിച്ചു. തലകീഴായി തൂങ്ങിക്കിടന്ന കാറിൽ നിന്ന് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കോട്ടയം നഗരസഭയിലെ തട്ടിപ്പ് കേസ് പ്രതി അഖിൽ സി വർഗീസ് സംസ്ഥാനമുട്ടെന്ന് സംശയം. ഇയാളെ പിടികൂടാൻ പോലീസ് ശ്രമം ഊർജിതമാക്കി. പ്രതി ഒളിവിൽ പോയത് തട്ടിപ്പ് നടത്തിയ പണവുമായിട്ടാണ് എന്നാണ് പോലീസിന്റെ സംശയം. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സംസ്ഥാനം വിട്ടതായി കണ്ടെത്തിയത്. വീട്ടുകാരുമായോ സുഹൃത്തുക്കളുമായോ ഇതുവരെ ഇയാൾ ബന്ധപ്പെട്ടിട്ടില്ല. രാജ്യം വിട്ടു പോയിട്ടില്ലെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇയാൾ ഉണ്ടാകുമെന്നാണ് നിഗമനം. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ക്രൈംബ്രാഞ്ച് ഊർജിതമാക്കി. ഏറ്റവും ഒടുവിൽ 7 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ഈ തുക ഉപയോഗിച്ചാണ് പ്രതി ഒളിവിൽ കഴിയുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. അതേസമയം തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ നഗരസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസം നാളെ ചർച്ചയ്ക്കെടുക്കും. നഗരസഭാ ചെയർപേഴ്സണെതിരെയും വൈസ് ചെയർമാനെതിരെയുമാണ് അവിശ്വാസം. LDF-നും UDF-നും തുല്യ സീറ്റുകൾ ഉള്ളതിനാൽ BJP-യുടെ നിലപാട് നാളെ നിർണായകമാകും. 24 കോട്ടയം. മലപ്പുറം കരിപ്പൂരിൽ പ്രതിശ്രുത വരൻ മരിച്ച നിലയിൽ. കുമ്മണിപ്പറമ്പ് സ്വദേശി ജിബിനാണ് മരിച്ചത്. വിവാഹ ദിവസമാണ് ജിബിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീർ ബിൻ കരീം ചേരുന്നുണ്ട്. സമീർ, ആത്മഹത്യയാണോ, എന്താണ് കാരണം? സമീർ. ഹാഷ്മി ആത്മഹത്യയാണ് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം കൊണ്ടോട്ടി കുമ്മണിപ്പറമ്പ് സ്വദേശി ജിബിൻ, അദ്ദേഹത്തിന്റെ വിവാഹമായിരുന്നു ഇന്ന്. അതിന്റെ ഭാഗമായി ശുചിമുറിയിലേക്ക് പോയതായിരുന്നു. പിന്നീട് ശുചിമുറിയിൽ നിന്നും പുറത്തിറങ്ങാത്തത് കണ്ടതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയ സമയത്താണ് ഈ ശുചിമുറിക്കകത്ത് ജിബിൻ കിടക്കുന്നതായി കാണുന്നത്. കൈയിന്റെ ഭാഗത്ത് ബ്ലഡും കണ്ടിരുന്നു. പിന്നീട് ഇത് വളരെ വേഗത്തിൽ തന്നെ യുവാവിനെ എടുത്ത് കൊണ്ടോട്ടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മൃതദേഹമുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്.
ഓക്കെ, ആ വിവാഹത്തിൻ്റെ ദിവസം തന്നെയാണ് വരൻ ആത്മഹത്യ ചെയ്യുന്നത്. എന്താണ് കാരണം എന്നൊക്കെ പറയട്ടെ. എന്തായാലും അത് സങ്കടകരമായ ദൗർഭാഗ്യകരമായ വാർത്തയാണ്. തസ്മിത്തിൻ്റെ കാര്യം എന്തായെന്ന് ജോയിസ് ഫിനി ചോദിക്കും. തസ്മിത്ത് ഇവിടെ വളരെ സേഫായി സുരക്ഷിത ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കുഞ്ഞിന് വീട്ടിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനുണ്ട്. വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ CWC അടക്കം അത് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി എന്താണോ തസ്മിത്ത് താല്പര്യം, ഇനി CWCയുടെ സംരക്ഷണയിൽ മുന്നോട്ടേക്ക് പഠിക്കാനാണെങ്കിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ സംവിധാനം നമുക്കുണ്ട്. എന്തായാലും അത് ഏതാണ്ട് കുറച്ച് കൗൺസിലിംഗ് ദിവസങ്ങൾക്ക് ശേഷം അക്കാര്യത്തിലൊരു ക്ലാരിറ്റി ഉണ്ടാകും. എന്തായാലും തസ്മിത്ത് നന്നായി വരട്ടെ. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തി കാട്ടാനകൾ. മറയൂർ കീഴാന്തൂരിൽ വിരിക്കൊമ്പൻ കാട്ടാന റിസോർട്ടിലെ ഷെഡ് തകർത്തു. മൂന്നാർ കന്നിമല എസ്റ്റേറ്റിൽ വീണ്ടും പട്ടയപ്പ ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കീഴാന്തൂർ ശിവൻപന്തിയിലെ റിസോർട്ടിനുള്ളിൽ വിരികൊമ്പൻ എന്ന കാട്ടാന എത്തിയത്. ഏറെ നേരം പരിഭ്രാന്തി പരത്തിയ കാട്ടാന ഷെഡ് തകർത്തു. ഇതേ റിസോർട്ടിൽ ഇതിനു മുമ്പും കാട്ടാന ആക്രമണം നടത്തിയിട്ടുണ്ട്. കാന്തല്ലൂർ ടൗണിൽ 6 കാട്ടാനകളാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറങ്ങിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് ചെയ്ത കൃഷി വ്യാപകമായി നശിപ്പിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നു. വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും പരാതിയുണ്ട്. മൂന്നാറിൽ പുതുക്കാട് എസ്റ്റേറ്റിലാണ് കാട്ടാന പടയപ്പ വീണ്ടും എത്തിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ചതായി പരാതിയുണ്ട്. കന്നിമല എസ്റ്റേറ്റ് ടോപ്പ് ഡിവിഷനിലാണ് പടയപ്പ നിലവിലുള്ളത്. RRT ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. 24 ഇടുക്കി. ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ സജന സജീവൻ. മികച്ച പ്രകടനം നടത്തണമെന്നും രാജ്യത്തിനായി ലോകകപ്പ് നേടണമെന്നുമാണ് സജനയുടെ ലക്ഷ്യം. വയനാട്ടിൽ നിന്നും ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. വനിതാ 2020യിൽ ഇത്തവണ 2 മലയാളികളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു താരം നമുക്കൊപ്പം ഇപ്പം ചേരുകയാണ്, സജന സജീവൻ. കൺഗ്രാറ്റ്സ് ആദ്യം തന്നെ. താങ്ക് യു സോ മച്ച്. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനെ ഒരു വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമാവാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വപ്നമായിരുന്നു. ആദ്യം ഇന്ത്യ കളിക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്വപ്നമായിട്ട് വന്നിരുന്നത് ക്രിക്കറ്റിലേക്ക് വന്നപ്പോൾ. അതിനുശേഷം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞ ഉത്തരം ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിയുക, വേൾഡ് കപ്പിന്റെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു. അതിപ്പം പൂവണിഞ്ഞിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇനി എന്താണ് ഒരു സ്വപ്നം? സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് മാച്ചെങ്കിലും അവസരം എങ്ങനെ കിട്ടുന്നു നമുക്കറിയില്ല. ഏതൊക്കെ മാച്ച് കളിക്കാൻ പറ്റുമെന്നും അറിയില്ല. ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്തിട്ട് ഇന്ത്യനെ മാച്ച് ജയിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനിയും ഉണ്ട് മുന്നിൽ. പക്ഷേ ഈ ഒരു വിജയം അത് അല്ലെങ്കിൽ ഈ ഒരു മധുരം അത് ഇരട്ടി മധുരമാണ്. പ്രത്യേകിച്ച് ആഗ്രഹിച്ച് കിട്ടിയ ഒരു മധുരമാണ്. അപ്പം അതിനെ മാക്സിമം പരിപോഷിപ്പിച്ച് അതിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. അവിടെ കൊൽക്കത്തയിൽ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. അവിടെ ഇപ്പോൾ സമരം ചെയ്യുന്ന ജൂനിയർ ഡോക്ടർമാരോട് ജോലിയിൽ പ്രവേശിക്കാൻ മമതാ ബാനർജി ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കേസ് CBI ഏറ്റെടുത്ത് 16 ദിവസം എവിടെ നീതി കിട്ടിയെന്ന് മമത ചോദിക്കുന്നു. അതിനിടയിൽ AI ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് BJP വലിയ തോതിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നു. അത് സാമൂഹിക അശാന്തി കാരണമാകുന്നതൊക്കെ പറയുന്നത്. ഇപ്പോൾ അജിത ബീഗം അന്വേഷണ സ്പെഷ്യൽ SITയിലുള്ള അജിത ബീഗം സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പ്രക്രിയയിലേക്ക് ഇന്ന് കടന്നിരുന്നു SIT. അജിത ബീഗം അടക്കമുള്ളവർ അടങ്ങിയ SIT നടൻ ജയസൂര്യക്കെതിരെ, മുകേഷിനെതിരെ ഒക്കെയുള്ള പരാതികളിൽ പരാതി നൽകിയ അതിജീവിതമാരുടെ മൊഴിയെടുക്കലായിരുന്നു ഇന്ന് നടന്നത്. എങ്ങനെയായിരിക്കും ആ പരാതിയിൽ മുന്നോട്ടുള്ള പോക്ക്, ആ പ്രൊസീജിയർ മുന്നോട്ടേക്ക് പോവുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു പ്രതികരണം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. ഇവിടെ ഒരു മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വിക്ടിമിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുള്ള കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തി അതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവേണ്ടത്. അപ്പം അങ്ങനെ എണ്ണമൊന്നുമില്ല, എല്ലാം SITയുടെ പരിഗണനയിലാണ്. ഇതിനുവേണ്ടി സ്പെഷ്യലായിട്ട് SIT ഫോം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആ SITയുടെ പരിഗണനയിലാണ് എല്ലാ കംപ്ലയിൻസും വരുന്നത്. അത് അന്വേഷിച്ച് അത് അനുസരിച്ചിട്ടുള്ള ലീഗൽ ആക്ഷൻ എല്ലാ ആസ്പെക്ട്സും തറവായിട്ട് നോക്കിയിട്ട് അതനുസരിച്ചുള്ള അതാണ് നമ്മൾ എൻക്വയറി ചെയ്താണ് ആക്ഷൻ എടുക്കുന്നത്. അല്ല, രജിസ്ട്രേഷൻ അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് പിന്നീട് നമുക്ക് SITക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് SITക്ക് ആയിരിക്കും. SIT ആണ് ചെയ്യുന്നത്. ഇത് മതി. താങ്ക് യു. ഓക്കെ, ഇപ്പൊ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടീം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. പൂർണ്ണമായിട്ടില്ല, മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണെന്ന് പറയാൻ DIG അജിതാ ബീഗം അവർ അടക്കമുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ പരാതി നൽകിയ പരാതിക്കാരുടെ മൊഴിയെടുക്കൽ തുടങ്ങിയ ഏറ്റവും സുപ്രധാനമായ പ്രക്രിയ ഈ ദിവസം ഇപ്പോൾ തുടരുന്നത്. അപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തൽ തുടരുന്നു എന്ന് പറയുകയാണ് അജിതാ ബീഗം. വിശദമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയാണ്. കേസ് എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക ഈ മൊഴിയെടുക്കലിന് ശേഷമായിരിക്കും. FIR രജിസ്റ്റർ ചെയ്യേണ്ടത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളാണെന്ന് പറയുന്നു. പിന്നീട് SITക്ക് കേസ് കൈമാറുന്നു എന്നതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. എന്തായാലും ഇനി മുന്നോട്ടുള്ള പോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് പരാതിക്കാർക്കും പരാതിക്കിരയായവർക്കും അല്ലെങ്കിൽ അതിന് ശരവരായവർക്കും ഈ ദിവസത്തെ മൊഴിയെടുപ്പ് അതിപ്രധാനമാണ് വ്യവഹാര വഴിയിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവില കാണാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുന്നു.